Hari Om. Welcome my dear children to another session of EVS. Hope all of you are staying safe at your home by obeying the instructions given by the health department. Okay, so always remember SMS, that is keep social distancing, wear double-layered mask, use sanitizer and be safe at your home. എല്ലാവർക്കും അറിയാം ഇപ്പം അല്ലേ, കൊറോണ കേസസ് ഒക്കെ കൂടി വരികയാണ്. പുതിയൊരു ഇത് ഒമിക്രോൺ അല്ലെ. എല്ലാവരും ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേപടി അനുസരിച്ച് സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കണം. ഓക്കെ, അച്ഛനെയും അമ്മയും ഒക്കെ പുറത്തു പോവുകയാണെങ്കിൽ അവരെ മാസ്ക് വെച്ച് പോകാനൊക്കെ ഓർമ്മിപ്പിക്കണം കേട്ടോ. ഓക്കെ, so let's start today's class with Swami Chinmayananda's thought. Just listen here. Regularity is the secret of success. So listen here once more. Regularity is the secret of success. അല്ലേ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു കാര്യം ഫോർ എക്സാമ്പിൾ while you are studying, നിങ്ങൾ പഠിക്കുമ്പോൾ ആർക്കോ വേണ്ടി പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതേപോലെ ഇന്ന് തരുന്ന നോട്ട്സ്, ടീച്ചർ പഠിപ്പിച്ച പോർഷൻ ഇന്ന് തന്നെ പഠിച്ചു പോവുക, അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകുക. അല്ലാതെ പരീക്ഷയുടെ തലേ ദിവസമോ രാവിലെയോ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമോ? പെട്ടെന്ന് നല്ലതുപോലെ എക്സാം എഴുതാൻ പറ്റുമോ? No, never. Is it? So whatever you are doing, try to do it regularly. Do it at your best level. Maximum perfect ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. So regularity is the secret of success. And today we are going to start our new chapter, that is our festivals. Have you heard about festivals? ഇപ്പൊ നമുക്ക് കുറച്ചു ദിവസം വെക്കേഷൻ കഴിഞ്ഞു അല്ലേ? എന്തിന്റെ വെക്കേഷൻ ആയിരുന്നു നിങ്ങൾക്ക് കഴിഞ്ഞത്? യെസ്, ക്രിസ്മസ് വെക്കേഷൻ. ക്രിസ്മസ് ഹോളിഡേസ് ആയിരുന്നു. സോ അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവൽസ്, ആഘോഷം, ഉത്സവങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. സോ ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽസ് അല്ലേ? എന്തിന്റെ ഒരു നാടാണ് അല്ലെങ്കിൽ ലാൻഡാണ് ഇന്ത്യ എന്ന് പറയുന്നത്? ഫെസ്റ്റിവൽസിന്റെയാണ്. Then why we are celebrating these festivals? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ ആഘോഷിക്കുന്നത്? Yes, it is a time to be happy. അല്ലേ? സന്തോഷത്തോടെ, ഒത്തൊരുമയോട് കൂടി, togetherness. So you have celebrated the Christmas holidays and Onam holidays with your cousins, grandparents, aunt, uncle, with all family members. അല്ലേ? എല്ലാവരും വെക്കേഷൻ ആകുമ്പോൾ അമ്മയുടെ വീടുകളിൽ പോവാറുണ്ട്, അച്ഛന്റെ വീടുകളിൽ, കസിൻസിന്റെ വീടുകളിൽ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത് അല്ലേ? എന്ത് രസമാണ്! നല്ല ഭക്ഷണങ്ങളുണ്ട്, പുതിയ പുതിയ ഉടുപ്പുകൾ, ഓണത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മള് അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ട് അല്ലേ? ക്രിസ്മസ് എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിച്ചത്? അലിഷ, can you say how you celebrate Christmas? യെസ്, കേക്ക് ഒക്കെ വാങ്ങിച്ചു അല്ലേ? കേക്ക് ഒക്കെ വാങ്ങിച്ചു. ക്രിസ്മസ് പപ്പ നമ്മുടെ സ്കൂളില് ക്രിസ്മസ് സെലിബ്രേഷന്റെ വീഡിയോ എല്ലാവരും കണ്ടതല്ലേ? എന്ത് ഭംഗിയായിരുന്നു! ക്രിസ്മസ് പപ്പ ചേച്ചിമാര് പാട്ടൊക്കെ പാടി. സോ the festivals, and actually we are celebrating these festivals to be happy, and we are celebrating the festivals with our family members. And actually festivals are special days. We have fun, enjoyment with relatives and friends during this festivals. Is it clear? So first we are going to study about Diwali. Is it? Spell the word Diwali. Jigar. Yes, D-I-W-A-L-I.
Kalyani, spell the word once more. D-I-W-A-L-I. Diwali. Is it? And all of you know that Diwali is the festival of lights. അല്ലേ? എന്തിന്റെ ഫെസ്റ്റിവൽ ആണെന്നാണ് ദീപാവലി അറിയപ്പെടുന്നത്? പാർവതി. Yes, Diwali is the festival of lights. Diwali is the festival of lights. ലൈറ്റ്സിന്റെ അല്ലേ, ദീപങ്ങളുടെ ആ ഒരു ഫെസ്റ്റിവൽ ആണ് ദീപാവലി എന്ന് പറയുന്നത്. ആൻഡ് ഓൺ ദീപാവലി അറ്റ് നൈറ്റ് പീപ്പിൾ ഡെക്കറേറ്റ് their homes with diyas, lights, candle. നമ്മളൊക്കെ ചെയ്യാറുണ്ടല്ലേ. ചില ആൾക്കാർ പടക്കം ക്രാക്കേഴ്സ് ഒക്കെ പൊട്ടിക്കാറുണ്ട്. രാത്രി സമയത്ത് ദിയ, ചെറിയ വിളക്ക്, ലൈറ്റ്സ്, ക്യാൻഡിലൊക്കെ കത്തിച്ചു വെക്കാറുണ്ട് അല്ലെ. നമ്മളൊക്കെ ആഘോഷിക്കാറുണ്ട്. So, which festival is known as the festival of lights, Amal? Yes, Diwali is known as the festival of lights. Nivedya, which is the festival of lights? Yes, Diwali. Pretty diyas light up the place. Rockets vanish without a trace. Be it night or be it day, it's crackers, sparklers all the way. Pretty diyas light up the place. Rockets vanish without a trace. Be it night or be it day, it's crackers, sparklers all the way. Diwali is the festival of lights filled with fun and happy sights. A festive mood is in the air. Let's burst those crackers, but take care. Pretty diyas light up the place. Rockets vanish without a trace. Be it night or be it day, it's crackers, sparklers all the way. Diwali is that time of year we visit friends both far and near, wearing all our grandest clothes. Diwali must come twice a year. Diwali is that time of year we visit friends both far and near, wearing all our grandest clothes. Diwali must come twice a year. So dear children, see this. While you are trying to burst crackers, you have to take care of these tips, okay? പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്സൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. കീപ് സേഫ് ഡിസ്റ്റൻസ് ഫ്രം ക്രാക്കേഴ്സ്. പടക്കത്തിൻ്റെ തൊട്ടടുത്ത് പോയൊന്നും നിൽക്കരുത്. കോട്ടൺ ഗ്ലോവ്സ് ധരിക്കുക. ദെൻ ഉപയോഗിച്ച് കഴിഞ്ഞത് ത്രോ ബേൺഡ് സ്പാർക്കിൾസ് ഇൻ വേസ്റ്റ് ബിന്നിലിടുക, ഓക്കെ? പിന്നെ കത്തിച്ച് കഴിഞ്ഞത് വീണ്ടും വീണ്ടും കത്തിക്കാൻ നിൽക്കരുത്. ഹാവ് ബക്കറ്റ് ഓഫ് വാട്ടർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് കിറ്റ്. എപ്പോഴും പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ഒരു ബക്കറ്റ് വെള്ളവും ഫസ്റ്റ് എയ്ഡ് കിറ്റും ഒക്കെ എടുത്ത് വെച്ചിട്ട് വേണം ബേസ്റ്റ് ചെയ്യാൻ, ഓക്കെ? ദെൻ അവോയ്ഡ് റണ്ണിങ് ബെയർ ഫുഡ്. കാലിൽ ചെപ്പലൊന്നും ഇല്ലാതെ അതിൻ്റെ അടുത്ത് നിന്നൊന്നും ഓടരുത്. ദെൻ റീഡ് ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി. ആ ക്രാക്കേഴ്സിൻ്റെ പാക്കറ്റിലൊക്കെ അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല വ്യക്തമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പിന്നെ ഈ ക്രാക്കേഴ്സൊക്കെ ഒരുപാട് പൊല്യൂഷൻ, എയർ പൊല്യൂഷനൊക്കെ ഉണ്ടാക്കുന്നതാണ്. സോ മാക്സിമം ട്രൈ ടു അവോയ്ഡ് ദ യൂസേജ് ഓഫ് ദീസ് ക്രാക്കേഴ്സ്. മാക്സിമം ഈ ക്രാക്കേഴ്സൊക്കെ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? So see this, children. Next is Christmas. Okay. So spell the word. Aryan Kishan, spell the word. Yes. C-H-R-I-S-T-M-A-S. Niranjana, spell the word once more. Yes, C-H-R-I-S-T-M-A-S.
Yes, Christmas. All of you know that, is it? കുറച്ച് മുമ്പാണ് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തത്. And on which day Christmas? Yes, 25th December. Is it? We are celebrating the Christmas on 25th December. And on this day, people go to the church. ചർച്ചിൽ പോകും അല്ലെ, പള്ളി പ്രാർത്ഥിക്കുന്ന ആൾക്കാര് ചർച്ചിൽ പോയി ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യും. And do you know, on this day Jesus Christ was born. ജീസസ് ക്രൈസ്റ്റ് ജനിച്ച ദിവസമാണ് ക്രിസ്മസ് ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. And on this day, Christmas trees are decorated. We put stars in our houses. We cut cakes, is it? Yes, the Christmas Papa, is it? Christmas Papa വരാറുണ്ട്, നമ്മൾ കേക്ക് കട്ട് ചെയ്യും, സ്റ്റാർ നമ്മുടെ വീടുകളിലൊക്കെ തൂക്കും, ക്രിസ്മസ് ട്രീ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത്, നമ്മൾ പുൽക്കൂടൊക്കെ ക്ലിപ്പൊക്കെ ഉണ്ടാക്കിയല്ലേ ഓരോരുത്തർ വീടുകളിൽ ചെയ്യാറില്ലേ ഇതൊക്കെ? യെസ്, ഇത് രസമാണ്. അങ്ങനെയുള്ള ഫെസ്റ്റിവലൊക്കെ നമുക്ക് ആഘോഷിക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് കസിൻസും സന്തോഷത്തോടുകൂടി അല്ലെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നു. So when we are celebrating Christmas, Ashwan, എന്നാണ് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? Yes, 25th December. Is it? Okay? We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. Oh, bring us some figgy pudding. Oh, bring us some figgy pudding. Oh, bring us some figgy pudding and bring it right here. Good tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. We won't go till we get some. We won't go till we get some. We won't go till we get some. So bring it right here. Good tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. We all like our figgy pudding. We all like our figgy pudding. We all like our figgy pudding with all its good cheers. Good tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. So next is another important festival, that is Guru Puram. Is it? Spell the word Meenakshi. Yes, G-U-R-U-P-U-R-A-B. Say the word once more. G-U-R-U-P-U-R-A-B. So, what is this, Nandakishore? Yes, Guru Puram, is it? And on this day, people pray in the Gurudwara. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ചർച്ചിലും മോസ്കിലും ടെമ്പിളിലും ഒക്കെ പോകുന്നത് പോലെ അതായത് സിഖുകാരെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തലയിൽ ചർബനൊക്കെ കെട്ടി ഫോട്ടോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, വീഡിയോസ് ഒക്കെ. അപ്പൊ അവര് വർഷിപ്പ് ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരാണ് ഗുരുദ്വാര. What is the worship place of Sikhs? ആരാണ്? ആരുഷ്? യെസ്, എവിടെയാണത്? ഗുരുദ്വാര. അവിടെ ആരാണ് വർഷിപ്പ് ചെയ്യുന്നത്? യെസ്, സിഖ് പീപ്പിൾ. And what is the festival? Yes, Guru Puram. And on this day,
these people give food to all. എല്ലാവർക്കും ആഹാരം വെച്ച് കൊടുക്കുന്നു. And there are processions, ജാഥ അല്ലെ, ജാഥയും റാലിയൊക്കെ ഈ ഒരു ദിവസം നടത്തും. അവര് അടുത്തുള്ള ആൾക്കാർക്കും ആ ഒരു ഏരിയയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നു. So that festival is Guru Purab. Is it clear? A religious festival. Guru Purab is a mixture of the religious and the festive. During these celebrations, the Sikh holy book, the Guru Granth Sahib, is read in homes and Gurudwaras in a single continuous reading lasting 48 hours. This reading, known as the Akhand Path, must be read without interruption. So a relay of reciters take turns at reading it. Processions mark the day. Sikhs march in processions through towns and cities, chanting the holy hymns. Special langars or community meals are held for the participants. Partaking of a common meal on these occasions is reckoned an act of merit. Akhand Path is performed in Gurudwara. Yeah, so next is Onam. എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? Onam is the festival of Kerala. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവരും ഓൾമോസ്റ്റ് ഓണം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. And on that day, all people wear new dresses, make sadhya, is it? And put attapookalam, അല്ലെ? attapookalam ഇടാറുണ്ട്, സദ്യ പായസമൊക്കെ കൂട്ടി സദ്യ കഴിക്കാറുണ്ട്, പുതിയ ഡ്രസ്സൊക്കെ ധരിക്കാറുണ്ട്. അച്ഛനമ്മയൊക്കെ കൊണ്ട് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിപ്പിക്കും അല്ലെ? ആൻഡ് കസിൻസിന്റെ വീട്ടിലോ എല്ലാവരുടെയൊക്കെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാറുണ്ട്. ആൻഡ് ഡു യു നോ ബോട്ട് റേസസ് ഓൾസോ ടേക്സ് പ്ലേസ് ഡ്യൂറിംഗ് ദിസ് ഫെസ്റ്റിവൽ. വള്ളംകളിയൊക്കെ ഈ സമയത്താണ് നടക്കാറ്. ഇപ്പം കൊറോണ ആയത് കാരണമായിട്ട് ഈ 1.5 വർഷമായിട്ട് അതൊന്നും നടക്കുന്നില്ല അല്ലെ? ഇതൊക്കെ മാറി അതൊക്കെ എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് അല്ലെ നമുക്ക് പ്രാർത്ഥിക്കാം. So Onam is the festival of Kerala. Is it? So which is the festival of Kerala for in? Yes, Onam. Is it? Manvi, Onam is the festival of, yes, Kerala. ഭയങ്കര സന്തോഷമാണ് നമുക്ക് ഓണം അടുക്കുന്ന ഒരു സമയത്ത് അല്ലെ? എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ്. എല്ലാവരും ഒരേപോലെ, പാവപ്പെട്ടവരൊന്നും പണക്കാർ അങ്ങനെയൊന്നുമില്ല അല്ലെ? ആ ഒരു വ്യത്യാസം ഒന്നുമില്ലാതെ എത്ര ഇതാണെങ്കിലും ഓണം എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ ആഘോഷിക്കാറുണ്ട്. Is it clear, my dear children? Long time ago, Kerala was ruled by Asura king Mahabali Chakravarti, who was wise and warm-hearted. It is believed that the state enjoyed all prosperity during his reign. King Mahabali made sure that his people got everything they wanted. As the popularity of the king increased, gods and goddesses thought this is a threat to their lordship. They began to think Mahabali as a rival and requested Lord Vishnu to help them. Lord Vishnu was in dilemma first, but when the gods and goddesses explained the threat, Lord Vishnu agreed to help them by turning to a poor Brahmin. Lord Vishnu disguised as Vamana and he went to see King Mahabali. He requested Mahabali to give a small piece of land. Mahabali told him to take as much as he desires, but Vamana told he needs only 3 feet of land. Soon Vamana increased in size and his first step covered the whole earth, while his second the whole of sky. Then third step. Yes, for keeping the promise, Mahabali bowed before the boy and asked him to place the feet on his head.
before doing so, Vamana revealed the truth that he is Lord Vishnu. So, Mahabali was pushed to the nether world with happiness. As a loving and caring ruler, Mahabali requested Lord Vishnu to allow him to visit his land and people. He wished to see his subjects once a year. Lord Vishnu granted the boon and was pleased by Mahabali. So today we have studied about 4 festivals, is it? Which are they, Mohit? Yes, Diwali, Christmas, Guru Purab, Onam. Is it? Say once more. Diwali, Christmas, Guru Purab, Onam. So Diwali is known as the festival of lights. Then Christmas is celebrated on 25th December. Then Guru Purab is it? Was celebrating by 6 and they go to the worship place, which is that? Yes, Gurudwara. Then Onam is the festival of Kerala. Okay, so we have studied about these 4 festivals and the chapter is not finished. We can study more about some other festivals also in the coming classes. So my dear children, I hope all of you understood today's portions. Nobody is allowed to miss your interactive session. Write the notes, study the notes properly, okay? So, God bless you all. Let's meet you in the next class. Thank you.